ശ്രീമന്നാരായണീയം ദശകം 15 കപിലോപദേശം ശ്ലോകം 8. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണേ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. പിതൃസുരഗണയാജീ ധാർമ്മികോ യോ ഗൃഹസ്ഥ സ ച നിപതതി കാലേ ദക്ഷിണാദ്ഭോപഗാമി. മയി നിഹിതമകാമം കർമ്മതോദക്പദാർത്ഥം കപിലതനുരിതി ത്വം ദേവഹൂത്യൈ നഗാദി. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ഗർഭപാത്രത്തിൽ കിടന്ന് ദുഃഖിക്കുന്ന ഒരു കുഞ്ഞിന്റെ വിചാരങ്ങൾ. അവിടെ കിടന്ന് സങ്കടപ്പെടുന്ന സമയത്ത്, ബുദ്ധിമുട്ടുന്ന സമയത്ത് യഥാർത്ഥത്തിലുള്ള ഒരു അറിവ് മനസ്സിലാക്കി ഞാൻ ചെയ്ത പാപങ്ങളുടെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായി. ഇനി ഭൂമിയിലേക്ക് പിറന്നു കഴിഞ്ഞാൽ ഞാൻ നല്ലവനായിട്ട് നല്ല പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കും എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മറക്കുകയും ചെയ്യും. ധാർമ്മികനായിട്ടുള്ള ഏതൊരു ഗൃഹസ്ഥൻ, പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന, ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു ഗൃഹസ്ഥൻ, ഏതൊരു ഗൃഹസ്ഥൻ പിതൃസുരഗണയാജി, പിതൃക്കൾക്കും സുരഗണ ദേവന്മാർക്കും യാജി യജ്ഞം ചെയ്യുന്നുവോ, കർമ്മങ്ങൾ ചെയ്യുന്നുവോ, യാഗങ്ങൾ ചെയ്യുന്നുവോ, സ ച ആ ധാർമ്മികനും. ഇനി അർത്ഥകാമങ്ങൾക്ക് വേണ്ടിയിട്ട്, ആഗ്രഹങ്ങൾക്കും ധനത്തിനും ഒക്കെ വേണ്ടിയിട്ട് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരുടെയും എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് യാതൊന്നും ആഗ്രഹിക്കാതെ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരുടെയും ഗതികൾ, അവർ പോകുന്ന അവരുടെ ഗതികൾ പറയാണ് ഇവിടെ. അവരുടെയൊക്കെ മരണം കഴിയുമ്പോൾ അവരുടെയൊക്കെ ജീവൻ പോകുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഇവിടെ നിന്നും പോകുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഇതിൽ. അപ്പൊ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ഏതൊരു ഗൃഹസ്ഥൻ പിതൃക്കൾക്കും ദേവന്മാർക്കും യജ്ഞങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നുവോ ആ ധാർമ്മികനും ദക്ഷിണ അധ്വ ഉപഗാമി. അധ്വ എന്ന് പറഞ്ഞ വഴി, തെക്കൻ വഴിക്ക്, ദക്ഷിണ തെക്കൻ വഴിക്ക്, ഇനി ഉപഗാമി പോയിട്ട്, കാലേ പുണ്യം തീരുന്ന സമയത്ത്. അവർ പോകുന്നത് തെക്ക് ഭാഗത്തേക്കാണ്, ആ വഴിക്കാണ് പോകുന്നത്. എന്നിട്ട് പുണ്യമെല്ലാം തീർന്നു കഴിയുമ്പോൾ, പുണ്യം ക്ഷയിച്ചു കഴിയുമ്പോൾ, ചെയ്തെടുത്തോളം പുണ്യമെല്ലാം തീർന്നു കഴിയുമ്പോൾ നിപതതി. അപ്പൊ ആ പുണ്യമെല്ലാം തീർന്ന, പുണ്യക്ഷയം വരുന്ന സമയത്ത്, പുണ്യമെല്ലാം തീരുന്ന ആ കാലത്ത് നിപതതി അധപ്പതിക്കുന്നു. അതായത് വീണ്ടും ഭൂമിയിലേക്ക് വന്ന് ജനിക്കുന്നു. പുണ്യം ചെയ്തെടുത്തോളം പുണ്യം ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ സുഖമായിട്ട് കഴിച്ചു കൂട്ടും. മയി നിഹിതം അകാമം. മയി എന്നിൽ നിഹിതം സമർപ്പിച്ചുകൊണ്ട്, അകാമം ഒന്നും ആഗ്രഹിക്കാതെ ചെയ്യുന്ന കർമ്മതു കർമ്മമാകട്ടെ. ഉദക് പദാർത്ഥം, പഥ എന്ന് പറഞ്ഞ വഴിയാണ്, ഉദക് എന്ന് പറഞ്ഞ വടക്ക്, വടക്കൻ വഴിക്കുള്ളതാണ്. അപ്പൊ ആ
അങ്ങനെയുള്ള ആളുകൾ യാതൊരു ഫലവും ഇച്ഛിക്കാതെ ഭഗവാനിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരുടെ ഗതി എങ്ങനെയാണ്? വടക്കു ഭാഗത്തേക്കാണ്, വടക്കൻ വഴിക്കാണ്. ഇപ്രകാരം കപിലസ്വരൂപനായ ത്വം നിന്തിരുവടി ദേവഹൂത്യൈ നഗാതി, ദേവഹൂതിയോട് അരുളി ചെയ്തു. തെക്കൻ വഴിക്ക് പോകുക എന്ന് പറഞ്ഞാൽ പുക, രാത്രി, കറുത്തപക്ഷം, ദക്ഷിണായനം എന്നീ വിധത്തിൽ ഓരോന്നോരോന്ന് കടന്ന് തെക്കൻ വഴിക്ക് പോയാൽ ചന്ദ്രലോകത്തിൽ ചെന്ന് സുഖിച്ചിരിക്കാം. ചെയ്ത പുണ്യങ്ങളെല്ലാം തീർന്നു കഴിയുമ്പോൾ ഭൂമിയിലേക്ക് വീണ്ടും മടങ്ങിപ്പോരണം. വെളിച്ചം, പകൽ, വെളുത്തപക്ഷം, ഉത്തരായണം എന്ന വിധത്തിൽ വടക്കൻ വഴിക്ക് പോയാൽ, ഈ വഴികളെല്ലാം കൂടി വടക്കൻ വഴിക്ക് പോയാൽ സൂര്യലോകത്തിലൂടെ ധ്രുവപദം വരെ ഉയർന്ന് മുക്തി പ്രാപിക്കാം, മോക്ഷത്തിലേക്ക് പോകും. പിന്നീടൊരു മടക്കമില്ല, മടങ്ങി പോരേണ്ടതായിട്ട് വരികയില്ല. ധനത്തിനും സുഖത്തിനും വേണ്ടി ദേവന്മാർക്ക് യാഗവും പിതൃക്കൾക്ക് ശ്രാദ്ധവും മറ്റും ചെയ്യുന്ന ധാർമ്മികനായ ഒരു ഗൃഹസ്ഥൻ തെക്കൻ വഴിക്കാണ് യാത്ര ചെയ്യുന്നത്. പുണ്യം തീർന്നു കഴിയുമ്പോൾ അധപ്പതിക്കുന്നു. ഫലം ഇച്ഛിക്കാതെ, യാതൊന്നും ആഗ്രഹിക്കാതെ വേദത്തിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന പുണ്യവാൻ, എല്ലാം ഭഗവാനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്ന പുണ്യവാൻ വടക്കൻ വഴിക്ക് പോയി മോക്ഷം പ്രാപിക്കുന്നു. അവനൊരിക്കലും അധപ്പതനമില്ല. പാപകർമ്മങ്ങൾ ചെയ്താൽ നരകവാസം, പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും രണ്ടും ചെയ്താൽ കർമ്മങ്ങൾക്കനുസരിച്ച് ജനന മരണങ്ങൾ സംഭവിക്കും. അവസാനമില്ലാത്ത സംസാരയാത്ര, ജനന മരണങ്ങളിൽ കൂടി ഇങ്ങനെ കടന്നു പോകും. ഇവിടെ ഫലം ഇച്ഛിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്താൽ, പുണ്യകർമ്മങ്ങൾ മാത്രം ചെയ്താൽ സ്വർഗം കിട്ടും. ആഗ്രഹമൊന്നുമില്ലാതെ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ഭഗവാനിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് പുണ്യകർമ്മങ്ങൾ ചെയ്താൽ മോക്ഷം കിട്ടും. ഇതാണ് കർമ്മയോഗികൾക്ക് ഭക്തി വേണം. ഭക്തിയോഗം തന്നെയാണ് ഈ ജ്ഞാനയോഗത്തെക്കാളും കർമ്മയോഗത്തെക്കാളും ഒക്കെ ശ്രേഷ്ഠം എന്ന് വീണ്ടും വീണ്ടും ഉറപ്പിച്ചുറപ്പിച്ച് പറയുകയാണ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.